അപ്പോൾ പ്രേക്ഷകരെ നമ്മളിപ്പോൾ നിങ്ങളെല്ലാവരും ചിന്തിക്കും ഞാനിപ്പോൾ എവിടെ പോകുന്നതെന്ന്. നമ്മളൊരു പ്രത്യേക ഒരു സ്ഥലത്താണ്, നമ്മളൊരു മലയുടെ മണ്ടയിലോട്ടാണ് പോകാൻ പോകുന്നത്. നമ്മൾ അവിടുന്ന് വണ്ടിക്കകത്ത് ഇപ്പോൾ വന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ മലയുടെ ഉണ്ടെങ്കിൽ നമ്മൾ അക്കരെ മലയിൽ നിന്നായിരുന്നു ഇന്ന്. നമ്മളിനി ഇക്കരെ മലയിലോട്ട് പോവുകയാണ്. അപ്പോൾ നമുക്ക് മലയിലോട്ട് പോകാം. പക്ഷേ അതിന് മുമ്പ് ഈ ഒരു സാധനം നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചു, ഇത് എന്തുവാന്ന്. ഇത് അങ്ങനെ ഒരു സാധനമാണ് പ്രേക്ഷകരെ. ഞാൻ വണ്ടിക്കകത്ത് ഇങ്ങോട്ട് വന്ന സമയത്ത് അവിടെ വഴിയിൽ ഒത്തിരി ആൾക്കാരൊക്കെ കൂടിയിരിക്കുന്നു. ഞാൻ വിചാരിച്ച് എന്തെങ്കിലും കഴിക്കാനെന്നും പറഞ്ഞ് ഞാനങ്ങോട്ട് കയറി ചെന്നപ്പോഴാണ് സംഭവം കണ്ടത് ആക്രിക്കടയായിരുന്നെന്ന്. എന്തായാലും അവിടെ ചെന്ന് ആക്രിക്കടയല്ല തറയിലൊരു സംഭവം കിടക്കുന്നത്. എന്തായാലും ഈ സംഭവം നമ്മളിലെ പളനിയിലും മറ്റേ ഊട്ടിയിലും ഒക്കെ ഇടുമ്പോൾ നല്ല ചെവി വെക്കുന്ന സാധനമെന്നും പറഞ്ഞ് നമ്മൾ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. എന്തായാലും തണുപ്പൊന്നും അടിക്കത്തില്ല. നമുക്ക് നേരെ മലയിലോട്ട് എന്തായാലും കയറി പോവാം. വേറെ സംഭവം കൊണ്ടോ കിടിലെ സാധനമാണ്. നമ്മൾ ചെവിയിലാന്ന് തോന്നുന്നു. എന്തായാലും കാറ്റൊന്നും അടിക്കുന്നില്ല. നല്ല സൂപ്പർ സാധനമാണ്. നമുക്ക് എന്തായാലും മലയിലോട്ട് നമുക്ക് നടക്കാൻ പ്രേക്ഷകരെ. പ്രേക്ഷകരെ നമ്മളെന്തായാലും കറക്റ്റ് സ്ഥലത്ത് നമ്മൾ എത്തിയിട്ടുണ്ട്. മലയുടെ കറക്റ്റ് സ്ഥലം ഇല്ല, മലയുടെ മണ്ടയിൽ എന്തായാലും നമ്മൾ പകുതി വരെ എത്തിയിട്ടുണ്ട്. ഇനി ഒരു 10 കിലോമീറ്റർ കയറാം. ശബരിമല മല പോലെ. നിങ്ങൾക്കൊരു സംഭവം അറിയാം പ്രേക്ഷകരെ, ഈ മലയിൽ ഒത്തിരി ചുരുളഴിയാത്ത ഒത്തിരി സംഭവങ്ങളൊക്കെ ഉണ്ട് പ്രേക്ഷകരെ. നമുക്ക് എല്ലാ സംഭവങ്ങളും നമുക്ക് ഇവിടെ നിന്ന് വിചിത്രമായിട്ട് നമുക്ക് കാണാം. എന്തായാലും പ്രേക്ഷകരെ മറന്നുപോയി. ഇപ്പോൾ എന്തായാലും നമുക്ക് ആ തണുത്ത കാറ്റ് നമുക്ക് ചൂട് കാറ്റായിട്ട് വരുന്നുണ്ട്. നമുക്ക് നടക്കാം. ഒത്തിരി അങ്ങ് നടക്കാനുണ്ട് പ്രേക്ഷകരെ. പ്രേക്ഷകരെ നമ്മുടെ അതിഗംഭീരമായിട്ടൊരു സ്ഥലമാണ്. നമ്മളിനി ഇപ്പോൾ പ്രേക്ഷകരെ നമ്മളിനി കയറാൻ പോകുന്നത് പറയുമ്പോൾ നമ്മുടെ ഇതുവഴിയാണ് നമ്മൾ കയറാൻ പോകുന്നത്. പണ്ട് ടിപ്പു സുൽത്താനൊക്കെ ഉണ്ടല്ലേ, പുള്ളിയൊക്കെ കയറിയ വഴിയാണിത്. പക്ഷേ നമ്മൾ അതുവഴിയല്ല വന്ന് ചെറുതായിട്ടൊക്കെ ഒരു കല്ലൊക്കെ തട്ടി അനങ്ങിയൊക്കെ നമ്മൾ വന്നിട്ടുണ്ട്. അത് നമുക്ക് കണ്ട കയറി നോക്കാം. ഭയങ്കര വലിയൊരു നമ്മൾ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. നമുക്ക് ഇവിടുന്ന് പ്രേക്ഷകരെ നമ്മൾ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടുന്ന് നെഞ്ചൊക്കെ നല്ലപോലെ നെരിഞ്ഞു വരുന്നുണ്ട് പ്രേക്ഷകരെ. നമുക്ക് എന്നിട്ട് ഇവിടെ നമുക്ക് ഉൾക്കാട്ടിലോട്ട് കിടക്കാം. നമ്മളിപ്പോൾ പകുതിക്കാട്ടിലാണ് നിൽക്കുന്നത്. നമുക്ക് ഉൾക്കാട്ടിലോട്ട് കിടക്കാം പ്രേക്ഷകരെ. പ്രേക്ഷകരെ ഭയങ്കര ഉൾക്കാടെന്ന് പറഞ്ഞാൽ പോരാ, ഒത്തിരി ഉള്ളികളുള്ള കാടും കൂടാണിത്. സംഭവം നമ്മളൊന്ന് പൊറോട്ടയ്ക്ക് എടുത്ത ഉള്ളി ഉൾപ്പെടെ നമ്മൾ ഇവിടുന്നായിരുന്നു പ്രേക്ഷകരെ നമ്മൾ എടുത്തത്. പ്രേക്ഷകരെ എന്തോ പറ്റിയെന്ന് അറിയത്തില്ല. ഏതാണ്ട് ഇവിടെ 2 വഴി കാണുന്നു. അതുപോലെ അങ്ങോട്ടും ഒരു വഴിയുണ്ട്, ഏതാണ്ട് അങ്ങോട്ടും ഒരു വഴിയുണ്ട്. ഇത് ഏത് വഴി കാണുമെന്ന് അറിയാൻ വയ്യ പ്രേക്ഷകരെ. ഇതെല്ലാം നമ്മൾ നേരത്തെ മുൻകൂട്ടി അറിഞ്ഞു. അതുകൊണ്ട് നമുക്കൊരു സാധനം, ഈ സംഭവം പ്രേക്ഷകരെ നിങ്ങൾക്ക് അറിയത്തില്ല. ഇത് നമ്മുടെ ഡോറയുടെ ബാഗാണ് കേട്ടോ. നമ്മുടെ അല്ലേ പുള്ളിയൊക്കെ ഉണ്ടല്ലേ, മറ്റൊരു കൊച്ചു വെച്ച്. അപ്പോൾ നമ്മുടെ പുള്ളിയുടെ ബാഗാണ്. നമ്മൾ പുള്ളിയായിട്ട് നമ്മൾ ഇതൊന്നുമില്ല. പക്ഷെ നമ്മൾ ചോദിച്ചൊന്നും വേണ്ട. നമ്മൾ സാധാരണ നമുക്ക് ഇനി വന്ന് എടുക്കാം. ബാഗ് എന്നും പറഞ്ഞ് 2 മണിക്കൂർ നിൽക്കേണ്ട. നമുക്ക് ഈ സംഭവം എന്തായാലും നോക്കാം. ഇല്ല, പണ്ടത്തെ ഒരു സംഭവമാണ്. കുണുകുണു ദേവി വഴി എവിടെ നിന്ന് കാട്ടിച്ചെത്താ പ്രേക്ഷരെ. ഉരച്ചെൻ്റെ കൈ ഉൾപ്പെടെ എല്ലാം പോയി പ്രേക്ഷരെ. ഇതിനകത്ത് കാണിച്ചിരിക്കുന്ന 2 വഴികളാണ്, അങ്ങോട്ടും ഒരു ഇങ്ങോട്ടൊരു വഴി. നമുക്ക് ഒരെണ്ണം വെച്ച് നോക്കാം. കുണുകുണു ദേവി. അപ്പോൾ പ്രേക്ഷരെ നമ്മുടെ വഴി അങ്ങോട്ടാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് തന്നെ പോവാം. ഓക്കെ. അപ്പോൾ പ്രേക്ഷകരെ നമ്മൾ കറക്റ്റ് വഴിയിലോട്ടാണ് പോകാൻ പോകുന്നത്. നമ്മൾ ഇതുവഴിയാണ് നമ്മൾ പോകാൻ പോകുന്നത്. അപ്പോൾ പ്രേക്ഷകരെ നമ്മൾ ഈ മരം കണ്ടിട്ടുണ്ടോ? നിങ്ങൾ ആരും കണ്ടു കാണത്തില്ല. നമ്മളെ ഇന്ദ്രിയം എന്ന് പറയുന്ന സിനിമ ഉണ്ടല്ലേ, ആ സിനിമയിലെ ഒരു യക്ഷ തറച്ച ഒരു ഇതാണ് മരമാണ്. അപ്പോൾ ഇതിനകത്തൊരു ആണി കിടപ്പുണ്ട്. നമ്മളെ അന്ന് എല്ലാം തറച്ച് വെച്ച ആണി ഉണ്ടല്ലേ പ്രേക്ഷകരെ. നമുക്കിപ്പോഴും അങ്ങോട്ട് പോകണ്ട, ആണി എടുക്കാൻ പോകണ്ട. പിന്നെ ആണികളെല്ലാം വേണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് എടുത്തുകൊണ്ട് പോകാം. വീട് പണിക്കും അങ്ങനത്തെ ഉള്ള ആണിയെല്ലാം വേണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് എടുത്തുകൊണ്ട് പോകാം. നല്ല സ്റ്റീൽ സാധനമാണ്, നമ്മുടെ തുരുമ്പടിച്ച സാധനമാണ്. അപ്പോൾ എല്ലാവർക്കും ആണി വേണമെങ്കിൽ നമുക്ക് ഈ മരത്തിൽ നിന്ന് എടുക്കാം. നമുക്ക് എന്തായാലും അങ്ങോട്ട് പോകണ്ട. നമ്മുടെ വീട് പണി എന്തായാലും സെറ്റ് ആവുന്നുണ്ട്. നമുക്ക് എന്തായാലും നമ്മൾ വിഷയം പറയണ്ട പ്രേക്ഷകരെ, നമുക്ക് നടക്കാം പ്രേക്ഷകരെ. അപ്പോൾ നമ്മളൊന്ന് വെള്ളം ഒന്ന് കുടിക്കട്ടെ. ഇത്രയും കാച്ചി. പ്രേക്ഷകരെ ഈ വെള്ളം എവിടെ നിന്നാണ് നിങ്ങൾക്കറിയോ? ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് അവിടെ ഒത്തിരി മാമാരൊക്കെ കൂടിയിരുന്ന് വെള്ളം അടിക്കും. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കിട്ടിയൊരു കുപ്പിയാണിത്. ഈ കുപ്പിയും കൊണ്ട് നമുക്ക് അറിയാൻ പറ്റും പ്രേക്ഷകരെ 7up കുപ്പിയാണ്. അപ്പോൾ നമ്മൾ അവർക്കും കൂടെ എല്ലാ വീഡിയോയിലും നമ്മൾ പരസ്യം കൊടുക്കണം. പ്രേക്ഷകർ 7up നമ്മളൊരു പരസ്യം കൊടുക്കുകയാണ്. അപ്പോൾ അടപ്പ് പ്രത്യേകമാണ്. പൊണാറൻ എന്ന് പറയുന്നൊരു കുപ്പിയുടെയാണ്, നമ്മുടെ ടിലോ കുപ്പിയുടെയാണ്. അപ്പോൾ അവർക്കും കൂടെ ഒരു പരസ്യം ആയിക്കോട്ടെ. എല്ലാവരും പരസ്യമൊക്കെ കണ്ട് നമ്മൾ കേൾക്കുക. അയ്യോ പ്രേക്ഷകരെ
നമ്മൾ വിചാരിച്ചിരിക്കണമെന്നല്ല കേട്ടോ. ഇവിടെ എന്താണ്ടൊരു സാധനം ഉണ്ട്. അയ്യോ, അവിടെ ഒരു ശബ്ദവും കേൾക്കുന്നു പ്രേക്ഷകരെ, അവിടെ ഒരു ശബ്ദവും കേൾക്കുന്നു. വളരെ പ്രേക്ഷകരെ നെഞ്ചടിക്കുന്നു കേട്ടോ. എന്തൊക്കെയായാലും എന്തായാലും 100 ജന്മം എങ്ങാണ്ടെന്ന് എല്ലാവരും പറഞ്ഞേക്കുന്ന പ്രേക്ഷകരെ. നമുക്ക് എന്തായാലും അങ്ങോട്ട് പോകാം കേട്ടോ. സ്ഥലത്ത് നമ്മൾ ഏകദേശം നമ്മളൊക്കെ എത്തിയിട്ടുണ്ട്. പിന്നെ പ്രേക്ഷകരെ നമ്മൾ ഇവിടെ കണ്ടൊക്കെ ഒരു സ്ഥലം നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മുടെ പണ്ടില്ല ആനക്കുഴി, വാരിക്കുഴി, കുഴി എന്തോ ഒരു കുഴിയുണ്ട്. അതാണ് പ്രേക്ഷകരെ നമ്മൾ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പണ്ട് ഡിനോസറൊക്കെ വന്ന കുഴിയാണ് പ്രേക്ഷകരെ. 4 കാലുള്ള ഡിനോസറൊക്കെ വന്ന കുഴിയാണ്. അപ്പോൾ നമുക്ക് 2 കാലം ഉള്ളതുകൊണ്ട് നമ്മളങ്ങോട്ട് എന്തായാലും പോയി ഇറങ്ങത്തില്ല. കാരണം 4 കാലുണ്ടായിട്ട് തന്നെ അത് വീണ്. എന്തായാലും നമ്മൾ 2 കാലം ഉണ്ടായിട്ട് തന്നെ വെറുതെ വീഴേണ്ട പ്രേക്ഷകരെ. ഇവിടുന്ന് എന്തായാലും നമുക്ക് സ്ഥലത്ത് അപ്പം അതിൻ്റെ കുഞ്ഞാന്ന് തോന്നുന്നു കേട്ടോ. എൻ്റെ ഒരു കാല് നമ്മൾ കണ്ടില്ലയോ. അയ്യോ പ്രേക്ഷകരെ നമ്മളെ വിടുന്നില്ല കേട്ടോ. കുഴപ്പമില്ല പ്രേക്ഷകരെ, നമുക്ക് എന്തായാലും നടക്കാം. ഒത്തിരി നല്ല വിസ്മയ വിചിത്രമായ സംഭവങ്ങളെല്ലാം നമുക്ക് ഒരിക്കലും കൂടെ ഒത്തിരി നമുക്ക് കാണാം. പ്രേക്ഷകരെ നമ്മൾ ഇതിലൊരു വഴി കാണുന്നുണ്ട്. നമുക്ക് എന്തായാലും ഈ വഴിയിൽ കൂടെ നമുക്ക് കയറിപ്പോവാം. എവിടെ എത്തുന്നതെന്നൊന്നും അറിയത്തില്ല. പ്രേക്ഷകരെ പ്രേക്ഷകരെ അപ്പോൾ നിങ്ങൾ മറന്നുമില്ലയോ, ഇതാണ് നമ്മൾ അട്ട എന്ന് പറയുന്ന സാധനമാണ് പ്രേക്ഷകർ. ഇത് നമ്മളിൽ ഡിനോസർ സിനിമയിലൊക്കെ കണ്ടു കാണത്തില്ലയോ. അപ്പോൾ അതിനകത്തുള്ള ഡിനോസറിലെ ഇത് ഈ സാധനമാണ് വലുതാകുമ്പോൾ വലിയ അനോക്കൊണ്ടയായിട്ട് മാറുന്നത്. എല്ലാ കൊണ്ടയെ മാറുന്ന ഈ സാധനമാണ് പ്രേക്ഷകരെ. ഇത് ഇച്ചിരി കൂടെ വലുതാവട്ട്. എന്തായാലും നമ്മൾ വലുതാവുന്നതിന് മുമ്പ് നമുക്ക് അങ്ങോട്ട് കയറിപ്പോവാം. ഇതിന് വലുതായിട്ട് ഇനി നമ്മുടെ വഴി മുട്ടിക്കണ്ട. ഇപ്പോൾ ഒത്തിരി ആദിവാസികളൊക്കെ ഉള്ള സ്ഥലമാണെന്ന് തോന്നുന്നു പ്രേക്ഷകരെ. നമുക്കിവിടെ നിന്ന് കാണാൻ പറ്റും. അതുകൊണ്ട് പ്രേക്ഷകരെ, അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ട് നോക്കിയോ, അതാണ് നമ്മുടെ ആദിവാസികളുടെയൊക്കെ സ്ഥലമാണ് പ്രേക്ഷകരെ. ഒത്തിരി ആദിവാസികളൊക്കെ ഉള്ള സ്ഥലമായിരുന്നു പ്രേക്ഷകരെ. പണ്ടായിരുന്നു ഇവിടെ നല്ല ആദിവാസികളൊക്കെ ഉള്ള സ്ഥലമായിരുന്നു. അതുകൊണ്ട് പ്രേക്ഷകരെ നിങ്ങൾക്ക് കാണാം. അതാണ് പ്രേക്ഷകരെ നമ്മുടെ ആദിവാസി സ്ഥലം. നമ്മളെന്തായാലും നമ്മൾ വലുതായിട്ടൊന്നും കാണാൻ നിൽക്കണ്ട. കാരണം നമ്മൾ ആദിവാസികൾ ഇപ്പോഴെങ്ങനെ ഉണ്ടെങ്കിൽ വല്ല കാടനെ കുറുക്കണമെന്ന് പറഞ്ഞ് ചിലപ്പോൾ എന്നെ കൊന്നാലും. അത് മാത്രമല്ല പ്രേക്ഷകരെ, നമുക്ക് ഈ കാടിനെക്കുറിച്ചല്ല ഈ പണ്ടുള്ള ഒത്തിരി ജീവികളെക്കുറിച്ചൊക്കെ നമുക്ക് ഒത്തിരി കാര്യങ്ങളൊക്കെ അറിയാം. അപ്പോൾ ഞാൻ അടിയിലൊരു സംഭവം ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇവിടെ ലിങ്കിന് നമ്മുടെ സംഭവത്തിന് നമ്മളൊരു ലിങ്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ പ്രേക്ഷകരെ നിങ്ങൾ എല്ലാവരും ഒന്ന് കാണണം കേട്ടോ. ആ സംഭവം നമുക്കൊന്ന് വളരെ വിചിത്രമായിട്ട് നമ്മളെല്ലാം ഒത്തിരി സംഭവങ്ങളൊക്കെ ഉണ്ട് പ്രേക്ഷകരെ. നമുക്കൊരു അതിനെക്കാട്ടിയും വല്ല വിചിത്രമായിട്ടുള്ള സംഭവങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. അപ്പോൾ പ്രേക്ഷകരെ ഇതാണ് നമ്മുടെ ഈ സ്ഥലം കാടിൻ്റെ പ്രേക്ഷകരെ. അല്ല, നമ്മുടെ ഈ വലയൊക്കെ ഇതാണ് പണ്ടുള്ള വീട്ടിലൊക്കെ പണ്ടിവിടെ ആദിവാസികളൊക്കെ താമസിക്കുമ്പോൾ തൊട്ടുള്ള ഒരു വലയാണ് പ്രേക്ഷകരെ. ഇത് നമ്മൾ അധികം നേരം അവിടെ നിൽക്കേണ്ട. ആദിവാസി കൂട്ടമെന്ന് എന്നാലും കൊല്ലുമായിരിക്കും. നമുക്ക് കൊല്ലുമില്ലെന്നും നമുക്കറിയത്തില്ല. നമ്മുടെ കാര്യത്തിന് പോകുന്നു, അവരെ കാര്യത്തിന് പോകുന്നു. നമുക്ക് എന്തായാലും അടുത്ത സ്ഥലത്തിലോട്ടൊക്കെ നമുക്ക് പോവാം. ഞാൻ ഇവിടെ നിൽപ്പുണ്ട്. എനിക്ക് സ്പൈഡർമാൻ്റെ ശക്തിയാണോ കിട്ടിയെന്നൊന്നും അറിയത്തില്ല. എന്തായാലും നമ്മൾ ഇതിൻ്റെ നമ്മൾ കയറി ഇട്ടിട്ടുണ്ട്. നമ്മുടെ ആദിവാസി കൂട്ടങ്ങളുടെ സ്ഥലത്താണ് നമ്മൾ കയറിയിരിക്കുന്നത്. അതുകൊണ്ട് ഈ വള്ളിയൊക്കെ പ്രേക്ഷകർ, ഇതാണ് നമ്മുടെ വള്ളിയൊക്കെ. വേണം ഇതിൽ പിടിച്ച് ഞാൻ അപ്പുറത്തെ കരയിൽ ഇറങ്ങാൻ പ്രേക്ഷകർ. എന്തായാലും ഞാൻ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്നെ പിന്നെ കാണാൻ പോലും ഒക്കത്തില്ല. എന്തായാലും ഞാൻ ഇവിടുന്ന് എന്തായാലും ഇനി ഇറങ്ങാം. ഭയങ്കര വലിയ സ്പൈഡർമാൻ്റെ ശക്തിയൊക്കെ ആർക്കും അങ്ങനെ കിട്ടി കാണത്തില്ല. പ്രേക്ഷകരെ, ഞാൻ പണ്ടത്തെ ഒരു മൂപ്പിലാനായിരുന്നു. പ്രേക്ഷകരെ, നമുക്ക് അടുത്ത സ്ഥലത്തോട്ട് നമുക്ക് പോകാം. പ്രേക്ഷകരെ, കൊള്ളാമല്ലേ. അപ്പോൾ പ്രേക്ഷകരെ, ഇതാണ് നമ്മുടെ അമ്മൂമ്മപ്പഴം. നമ്മുടെ അമ്മൂമ്മയുടെ പഴമാണിത്. നമുക്കൊന്ന് തിന്നു നോക്കാം. പ്രേക്ഷകരെ, അമ്മൂമ്മയുടെ പഴമല്ലെന്നും വേറെ ആരാണ്ട പഴമാണെന്ന് തോന്നുന്നു. എന്തായാലും കോൾഗേറ്റ് ഇട്ട് എന്തായാലും നമ്മുടെ വായിന്ന് കഴുകണം. സത്യം ഉറപ്പാണ് പ്രേക്ഷകരെ, അമ്മൂമ്മയുടെ പഴമല്ല, അത് വേറെ ആരാണ്ട പഴമാണ്. പണ്ടുള്ളവരൊക്കെ പറഞ്ഞ തെറ്റ അമ്മൂമ്മ പഴമെന്ന്. അപ്പോൾ പ്രേക്ഷകരെ, ഒരു വേറൊക്കെ കാണുന്നുണ്ടോ? നമുക്ക് ചിന്തിക്കാം പ്രേക്ഷകരെ. ഇതൊരിക്കലും ആദിവാസികളൊക്കെ ഇപ്പോഴും പോകുന്നുണ്ട് കേട്ടോ. എന്തായാലും ഉറപ്പായിട്ടും കാണുക പ്രേക്ഷകർ ആദിവാസി. അപ്പോൾ പ്രേക്ഷകരെ, ഇതാണ് നമ്മുടെ മഷ്റൂം. കാടുകളിൽ മാത്രം സഞ്ചരിക്കുന്ന പുതിയ തരം മഷ്റൂമാണിത്. സംഭവം ഇത് കിടിലായിട്ടുണ്ട്. ഇതൊന്നും തിന്നാൻ ഒക്കത്തില്ല. നേരത്തെ കിട്ടിയ പണി പോലെ നമുക്കൊന്നും കിട്ടണ്ട.
ഭയങ്കര മാടയാണ് പ്രേക്ഷകരെ. എന്തൊരു സ്മെല്ലാന്ന് പോലും പറയാൻ ഒക്കുന്നില്ല. നടക്കാം. പ്രേക്ഷകരെ നമ്മുടെ ഉൾക്കാടാണ്. ഉൾവനം ഒന്നും പറയാൻ നമുക്ക് പ്രേക്ഷകരെ. അപ്പം നമ്മൾ ഉൾവനത്തിൽ എത്തിയിട്ടുണ്ട്. പ്രേക്ഷകരെ ഉൾവനമാണെന്ന് തോന്നുന്നു കേട്ടോ. ആ നമ്മുടെ അത്ര നല്ല മുള്ളുകൾ. പ്രേക്ഷകരെ നമുക്കിത് കാണാൻ വെക്കുന്നത് നമ്മുടെ കറ്റാരമുള്ളാണ്. ഇതൊക്കെ ഉദ്ദേശിച്ചാണ് നമ്മൾ കാതൊക്കെ കുത്തുന്നത്. തേങ്ങയാന്ന് തോന്നുന്നു പ്രേക്ഷകരെ. ഇവിടുത്തെ കാടുകളിലൊന്നും അങ്ങനെ നമ്മൾ തേങ്ങയൊന്നും അങ്ങനെ കണ്ടു കാണുന്നതല്ല പ്രേക്ഷകരെ. നമുക്ക് നടക്കാവുമ്പോൾ ഒരു ഒത്തിരി പാറിപ്പറന്ന് നമുക്ക് നടക്കാം. നടക്കാം പ്രേക്ഷകരെ. പ്രേക്ഷകരെ നമ്മൾ വഴിയിലടുത്ത് ഏകദേശം എത്തിയിട്ടുണ്ട്. ഇത് നമുക്ക് കുറച്ച് റിസ്ക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമുക്ക് ഇവിടുന്ന് എങ്ങനെയെങ്കിലും നമുക്ക് സ്കൂട്ടാവുന്ന രീതിയിൽ നമുക്ക് എങ്ങനെയെങ്കിലും നോക്കാം. നമുക്ക് ഇതുവഴി തന്നെ നമുക്ക് പോവാം. നമ്മുടെ വിചിത്രമായ ഓരോ സംഭവങ്ങളും ഉള്ള ഒരു വിചിത്രമായ ഒരു കാടാണ് പ്രേക്ഷകരെ. ഇത് കാടും കാണവും പ്രേക്ഷകരെ. പ്രേക്ഷകരെ നമ്മൾ വള്ളിയുടെ അടുത്ത് നമ്മൾ എത്തിയിട്ടുണ്ട്. ഇതാണ് പ്രേക്ഷകരെ നമ്മുടെ പണ്ട് പാമ്പ് വന്ന് ചുറ്റിയിട്ടിരുന്ന് പോയൊരു സ്ഥലമാണ് പ്രേക്ഷകരെ. ഇത് കാണുമ്പോഴേ അറിയാം ആ പാമ്പിൻ്റെ ഇപ്പോഴും അതിൻ്റെ നീളമുണ്ട് പ്രേക്ഷകരെ. വള്ളി കടന്ന് കുലുങ്ങുന്ന പ്രേക്ഷകരെ. അതിൻ്റെ അടുത്ത് നമ്മുടെ സ്ഥലത്ത് എത്തിയിട്ടുണ്ടെന്നാണ്. നമുക്ക് എന്തായാലും ഇവിടെ നിൽക്കണ്ട. നമുക്ക് എന്തായാലും അങ്ങോട്ട് നടക്കാം. അപ്പോൾ പ്രേക്ഷകരെ നമ്മൾ പ്രേക്ഷകരെ സമയം ഒത്തിരി ആയിരിക്കുന്നു. നമ്മൾ കാടിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഒത്തിരി മഴയും കാറ്റുമൊക്കെ വരുന്നു. നമുക്ക് എന്തായാലും ഒരു ഭയം കാണും. നമുക്ക് എന്തായാലും നമ്മൾ വന്ന സ്ഥലത്തേക്ക് തന്നെ തിരിച്ചു. അവിടെ എന്താണ്ടൊക്കെ ഒരു ഭയം നടക്കുന്നു. നമ്മുടെ ഈ സ്ഥലം എല്ലാം നിങ്ങൾ നോക്കിയ പ്രേക്ഷകരെ. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഭയം കാണും. ഒരു ഉൾക്കാടിലേക്ക് പ്രേക്ഷകരെ നമ്മൾ വന്ന സ്ഥലത്തേക്ക് തന്നെ നമുക്ക് തന്നെ തിരിച്ചു പോവാം. പ്രേക്ഷകരെ ഞാനിപ്പോൾ ഒരു വളരെ വ്യത്യസ്തമായിട്ടൊരു വീട്ടിലോട്ടാണ് പോകാൻ പോകുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ആ കാണുന്നൊരു കുളം കാണാം അല്ലേ? ഞാൻ പണ്ട് ആ കുളത്തിലായിരുന്നു പ്രേക്ഷകരെ ഞാൻ കുളിക്കാനൊക്കെ പോകുന്നത്. ഇവിടെ ഇപ്പോൾ എല്ലാവരും ഗ്രില്ലൊക്കെ ഇട്ട് മൂടിയിരിക്കുകയാണ്. അത് എന്തോ പറ്റിയെന്ന് എനിക്കറിയാൻ വയ്യ. എന്തായാലും നമുക്ക് ആ സ്ഥലത്തോട്ട് നമുക്ക് എന്നാലും പോകാം പ്രേക്ഷകരെ. കാര്യം എത്ര നല്ല വിചിത്രമായ സ്ഥലം പ്രേക്ഷകരെ. നമുക്ക് കണ്ട ഇവിടെ ഇന്നുണ്ട്. നമുക്ക് ആ മല നമുക്ക് കാണാം. നേരത്തെ നിങ്ങൾ കാണിച്ച ആ മല ഇതിനെക്കാട്ടി വലിയൊരു മലയാണ് പ്രേക്ഷകരെ. അതും അപ്പോൾ എൻ്റെ വീട് കണ്ട ആ മലയുടെ അങ്ങ് ഏറ്റവും മുകളിലാണ് പ്രേക്ഷകരെ എൻ്റെ വീടും. നമുക്ക് എന്തായാലും നമുക്ക് ഈ വീട്ടിലോട്ട് നമുക്ക് കയറാം. കുഴപ്പമൊന്നുമില്ല പ്രേക്ഷകരെ. അപ്പോൾ പ്രേക്ഷകരെ നമുക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് തോന്നുന്നു. ഞാനിപ്പോൾ ഇങ്ങോട്ട് വരാൻ വെച്ചിരുന്ന ചിന്ത നിങ്ങൾക്ക് എന്തോന്നറിയോ? ഞാൻ നേരത്തെ ടിപ്പു സുൽത്താൻ്റെ കാര്യം പറഞ്ഞില്ലായിരുന്നോ? അപ്പോൾ പ്രേക്ഷകരെ നമ്മുടെ ടിപ്പു സുൽത്താൻ്റെ ഒത്തിരി കഥകളൊക്കെ ഉണ്ട് ഇവിടെ. നമുക്ക് ഒത്തിരി പള്ളി പണ്ട് കുതിരയായിട്ടൊക്കെ വന്നിരുന്ന സ്ഥലമാണ് പ്രേക്ഷകരെ. നമുക്ക് ഇവിടെ വന്നാണ്ടൊക്കെ പുള്ളി വരച്ച് വെച്ചേക്കുന്നത് പ്രേക്ഷകരെ. സംഭവം എന്തായാലും മാറിപ്പോയിട്ടുണ്ട്. ഇവിടെ എങ്ങാണ്ട് എൻ്റെ ഏകദേശം ഇത് വെച്ചാണെങ്കിൽ ചെറുതായിട്ടൊക്കെ ഒരു പാട് നിങ്ങൾക്ക് കാണാം ഇല്ലി പ്രേക്ഷകരെ. ഇനി വല്ല പൂച്ച അങ്ങനെ വല്ല മാന്തിയതെന്നൊന്നും നമുക്കറിയത്തില്ല. എന്തായാലും നമ്മുടെ ടിപ്പു സുൽത്താൻ്റെ സംഭവമാണിത്. നമ്മുടെ ഒത്തിരി വിചിത്രമായിട്ടുള്ള ഒത്തിരി സംഭവങ്ങളാണ് നമുക്കിവിടെ കാണാൻ പോകുന്നത്. പണ്ട് കുതിരയായിട്ട് വന്ന വഴിയൊക്കെ ആരാന്നറിയാൻ വയ്യ. ഈ ടിപ്പു സുൽത്താനെ കൊല്ലുന്ന വഴിക്കാൻ കാണാം ഇതിവിടെ എല്ലാം പൊട്ടിച്ചിട്ടിരിക്കുന്നതെന്നൊന്നും അറിയത്തില്ല. എന്തായാലും നമുക്ക് ഇവിടുന്ന് എങ്ങനെയെങ്കിലും നമുക്ക് സ്കിപ്പ് ആവാം. വാട്സപ്പിലൊക്കെ നമ്മൾ സ്കിപ്പ് ചെയ്താലും നമുക്ക് ഇവിടെ നിന്ന് സ്കിപ്പായി നമുക്ക് എങ്ങോട്ടെങ്കിലും നമുക്ക് ഇറങ്ങി അങ്ങ് പോവാം. പക്ഷേ നമ്മൾ മലയുടെ താഴെ തിരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിനിയാണ്ട് നമ്മൾ വന്ന സ്ഥലം നമുക്കൊന്ന് കാണാൻ തോണ്ട പ്രേക്ഷകരെ. അതാണ് നമ്മൾ വന്ന സ്ഥലം. നമുക്ക് ആ സ്ഥലം എല്ലാം കൂടെ നിരീക്ഷിച്ച് നമുക്കൊന്ന് കാണാം. അതുകൊണ്ട് അതാണ് നമ്മുടെ സ്ഥലം പ്രേക്ഷകരെ. അതുകൊണ്ട് പരുന്തൊക്കെ പറക്കുന്ന കാണാൻ വയ്യോ? കാണാൻ പറ്റുമോ നിങ്ങൾക്ക്? പരുന്തൊക്കെ ഭയങ്കര ഉച്ചത്തിലാണ് കിടന്ന് പറക്കുന്നത്. അതിന് നമ്മളൊക്കെ ഒരു കടുവണിയായിട്ട് നമുക്ക് കാണാൻ പറ്റും. പക്ഷേ നമ്മളെന്തായാലും നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നമ്മുടെ ട്രാവലിംഗ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും കൂടെ ഒന്ന് ഓക്കെ പ്രേക്ഷകരെ. അപ്പം വീഡിയോ നമ്മൾ സംഭവം നമ്മുടെ വീഡിയോ തീർക്കുകയാണ് പ്രേക്ഷകരെ. അപ്പം
പ്രശ്നം പോലെ ഒരു 5 മിനിറ്റ് ഒരു പ്രത്യേക ഒരു കാര്യം പറയണേ നമുക്ക് പ്രശ്നം നമുക്ക് ഞാൻ ഒരു ചാനലിൽ എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ ചാനൽ ഞാൻ പറഞ്ഞു തരാം. പ്രശ്നം നമ്മൾ കൂട്ടുകാരനല്ല നമ്മുടെ വകയിലെ ഒരാളാണ്. അപ്പോൾ പ്രശ്നം നമുക്ക് ഒത്തിരി സംഭവങ്ങളൊക്കെ അതിനകത്ത് ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അങ്ങനത്തുള്ള കാര്യങ്ങളൊന്നും അല്ല. നമ്മൾ ഈ പണ്ടത്തെ ഒത്തിരി സംഭവങ്ങളൊക്കെ ഉണ്ടല്ലേ എന്ന് പറയുമ്പോൾ ഓരോ ഈ ചൂടിനെടുക്കാൻ പറ്റാത്ത ചൂടിയ സാധനങ്ങൾ ചൂടുന്ന അങ്ങനത്തുള്ള വിചിത്രമായിട്ടുള്ള ഒരു സംഭവങ്ങളൊക്കെ എന്ന് പറയുമ്പോൾ നമ്മൾ കാണാൻ പറ്റാത്ത നമ്മൾ പ്രശ്നം നിങ്ങൾ ആരും അറിഞ്ഞിരിക്കാത്ത ഒത്തിരി സംഭവങ്ങളെല്ലാം വീഡിയോക്കകത്ത് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഞാൻ തന്നെ നമ്മുടെ വീഡിയോയുടെ താഴെ നമ്മളെ സംഭവം ഇട്ടിട്ടുണ്ട്. അതിനകത്തൊന്ന് കയറി ഞെക്കുക. നമ്മുടെ ചാനലിൽ ഇപ്പോൾ എല്ലാവരും പരമാവധി സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പ്രശ്നം